ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് 2 തിമോത്തിയോസ് 3:16-ൻ്റെയും 17-ൻ്റെയും ചില ഭാഗങ്ങൾ വായിക്കുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശാസീയമാകയാൽ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാകുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏതോ ഒരു പ്രത്യേക കാര്യത്തിൽ ദൈവഹിതം എന്തെന്നറിയുവാൻ ആഗ്രഹിച്ച ഒരാളിൻ്റെ കഥ നാം പലരും കേട്ട് കാണുമല്ലോ. അയാൾ തൻ്റെ വേദപുസ്തകം എടുത്ത് ഒന്നും ആലോചിക്കാതെ തുറന്ന് കണ്ണിൽ കണ്ട പേജിൻ്റെ ഒരു ഭാഗത്ത് കണ്ണടച്ചുകൊണ്ട് ചൂണ്ടുവിരലൂന്നി തൻ്റെ വിരൽ പതിക്കുന്ന സ്ഥാനത്ത് വാക്യം തനിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുമെന്ന് അയാൾ ചിന്തിച്ചു. എന്നാൽ മത്തായി 27:5 അയാളുടെ കൈവിരൽ പതിഞ്ഞത്. യൂദ ചെന്ന് കെട്ടി ഞാന്ന് ചത്തുകളഞ്ഞു എന്ന് പറയുന്ന ആ വാക്യം വായിച്ചപ്പോൾ അയാൾ ആകെ വിഷമത്തിലായി. അത് പിന്നെയും ഒന്നും കൂടെ ശ്രമിക്കാമെന്ന് വിചാരിച്ച് ഈ പ്രാവശ്യം അയാൾ വിരൽ പതിഞ്ഞത് ലൂക്കാസ് 10:37 അതിലെ നിർദ്ദേശം നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നെന്ന് കണ്ട് വീണ്ടും 3-ാം പ്രാവശ്യം അതേ നടപടി തന്നെ ആവർത്തിച്ചപ്പോൾ കിട്ടിയ വാക്യം നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. യോഹന്നാൻ 13:27 നിന്നും. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം. നാം പലപ്പോഴും ഇത് കേട്ട് ചിരിച്ചേക്കാം. എന്നാൽ പലരും വേദപുസ്തകം ഉപയോഗിക്കുന്നത് ഏകദേശം ഈ വിധത്തിലാണെന്നുള്ളതിന് സംശയമില്ലല്ലോ. ഇവർ അത് ക്രമീകൃതമായ രീതിയിലല്ല, ഒക്കുന്നെങ്കിൽ ഒക്കട്ടെ എന്ന മട്ടിൽ തോന്നുന്ന സമയത്തൊക്കെയാണ് വായിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ തന്നെയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് വായിക്കുന്നു. തങ്ങൾ എന്ത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ അവർ മുറുകെ പിടിച്ചുകൊള്ളുകയും തങ്ങളുടെ തെറ്റുകൾ തിരുത്തി തങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വേദഭാഗങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് എഴുതിയ ഗിരിപ്രഭാഷണത്തിൽ നിന്നുള്ള പഠനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ സത്യമറിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളിൻ്റെ തിരുവചനത്തോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: അങ്ങും ഇങ്ങും നിന്ന് ഓരോ ഭാഗം പ്രത്യേകം തിരഞ്ഞെടുക്കുകയല്ല, വേദപുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മോട് സംസാരിക്കുവാൻ അനുവദിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഒരിക്കലും നാം അക്ഷമരാകരുത്. ധാരാളം സമയമെടുത്ത് വേണം വേദപുസ്തകം വായിക്കേണ്ടത്. ഉറക്കം വരാത്ത രാത്രികളിൽ മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്നതിനുള്ളൊരു സ്തോത്രം എന്നപോലെ പ്രത്യേകം താല്പര്യമുള്ള ചില സങ്കീർത്തനങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുവാൻ ബന്ധപ്പെടുന്ന രീതിയല്ല നമുക്കുണ്ടായിരിക്കേണ്ടത്. നമ്മുടെ നടപടികളെ പരിശോധിക്കുന്നതിനും ഹൃദയത്തെ ശോധന ചെയ്യേണ്ടതിനും ദൈവവചനത്തെ മുഴുവനായും നാം വായിക്കുന്നതാണ് വേണ്ടത്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകുന്നു എന്നുള്ളത് നാം മറക്കരുത്. അതുകൊണ്ട് നാം അത് മുഴുവനായും വായിക്കണം. ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ എന്ന മട്ടിൽ ദൈവവചനം പഠിക്കുവാൻ തുടങ്ങിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ലാഭത്തെക്കാൾ കൂടുതൽ നമുക്ക് നഷ്ടമുണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു തീരുമാനമെടുക്കാം. നമ്മൾ തിരുവചനം മുഴുവനായും വായിക്കും എന്നുള്ളൊരു തീരുമാനമെടുത്ത് നമുക്ക് ഈ പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.